നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രസമുള്ള ഒരു രസം തയ്യാറാക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞതും പിന്നെ രസത്തിൻ്റെ വീഡിയോ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി, 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 7-8 കുഞ്ഞുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ രസത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താം കേട്ടോ. ഈ ചേരുവകളെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം രസം ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഒരു ഫുൾ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രസത്തിന് പുളി അധികം വേണ്ടെങ്കിൽ പകുതി തക്കാളി ചേർത്താൽ മതി. അതുപോലെ ചേർക്കുന്ന പുളിയുടെ അളവും കുറയ്ക്കുക. ഇപ്പോൾ ഇതാ ചേരുവകളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. 1-2 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ ഒരു ചെറിയ ഉരുള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു തക്കാളിയും ഉള്ളിയും ചേർന്ന പേസ്റ്റ് നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. കുറച്ചധികം സമയം തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു എണ്ണയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ടൈം വരെയും നമ്മളിത് വഴറ്റി റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്രയും ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി ആ ഒരു ടൊമാറ്റോ പേസ്റ്റിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതും ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇടയ്ക്ക് പൊടികൾ അടിയിൽ പിടിക്കുന്നതായിട്ട് തോന്നുകയോ കരിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പുളി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി രസത്തിന് എത്രയാണോ അളവ് വേണ്ടത് അത്രയും അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് രസം അല്പം കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എങ്കിൽ അതുപോലെ വെള്ളം കുറച്ച് ചേർക്കുക. അല്ല ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ വഴറ്റിയ ആ ഒരു സംഭവം ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതീയിൽ കിടന്ന ആ ഒരു എണ്ണ തെളിയുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.